സ്റ്റുഡൻസ്, പിന്നെ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ പാർട്ട് 8 കിടക്കുകയാണ്. അപ്പോൾ അതിൽ തൊട്ട് മുന്നേ നമ്മൾ ഗോസസ് ലോ പഠിച്ചു, അതിൻ്റെ 2 ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഇന്ന് അതിൻ്റെ ഫൈനൽ ആപ്ലിക്കേഷനിലോട്ടാണ് നീങ്ങുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ മറ്റെടുത്ത് ആദ്യം നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്തത്? ഒരു വയറിൻ്റെ ഫൈൻഡ് ചെയ്തു അല്ലേ. അതിനൊരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫേസ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അതിൻ്റെ പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ചെയ്തു. രണ്ടാമത്തത് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫേസ് ഇമാജിൻ ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്തു. തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഇപ്പോൾ ഫിഗറിൽ കാണാവുന്ന പോലെ ക്യാപിറ്റൽ ആർ എന്ന റേഡിയസിൽ ഒ എന്ന സെൻറ്റർ ആയിട്ടുള്ള സ്ഫിയർ ആണ് നമ്മളുടെ സ്ഫിരിക്കൽ ചാർജ് യൂണിഫോംലി സ്ഫിരിക്കൽ ചാർജ് ഷെൽ. അപ്പം അതിന് പി എന്ന പോയിന്റ് നമ്മൾ എടുത്തു, ആർ എന്ന ഡിസ്റ്റൻസിൽ പി എന്ന പോയിന്റ് എടുത്തു. ഈ പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടി ഞാൻ എന്ത് ഫൈൻഡ് ചെയ്തു? ആദ്യം എന്ത് ചെയ്തു? ഞാൻ ഒരു ഇമാജിനറി ഗോസിയൻ സർഫേസ് എടുത്തു. അതാണ് അടുത്ത സ്ഫിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നത്. സ്മോൾ ലെറ്റർ ആർ എന്ന റേഡിയസിലൊരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു ഗോസിയൻ സ്ഫെറിക്കൽ സർഫസിനെ ഞാൻ എടുത്തു. ഇനിയാണ് നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് ആപ്ലിക്കേഷൻ നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു ഇമാജിനറി സർഫസ്, അതായത് ഒരു ഗോസിയൻ സർഫസ്, അതിൻ്റെ ഷേപ്പ് ഏതാണ്? ഇവിടെ സ്ഫെറിക്കലാണ്. മറ്റ് 2 കേസുകളിലും അത് സിലിണ്ടറിക്കൽ ആയിരുന്നു. ഇനി നമുക്ക് പ്രൂഫിലോട്ട് കിടക്കാം. നമുക്കറിയാം ഗോസിയൻ സർഫസ് അല്ലേ, അതിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈ ഇസ് ഈക്വൽ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് അല്ലേ. ഇനി അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എങ്ങോട്ട് എടുക്കും? ഡി എസിൻ്റെ അവിടെ അല്ലേ, ഏരിയനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എന്ത് സംഭവിച്ചു? ഫൈ ഈക്വൽ ടു ഇ ഇൻ്റഗ്രൽ ഡി എസ് എന്നായി. ഇവിടെ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് സ്ഫിയർ ആണ്. അതായത് ഇമാജിനറി സർഫസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, പുറത്തത്തെ സർക്കിളിൻ്റെ. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഏരിയ ഓഫ് സ്ഫിയർ ആണ്. ദാറ്റ് ഈസ് 4πr² ആണ്. സോ ഇ ഇൻറ്റു 4πr² കിട്ടി. ഇനി ഗോസസ് തിയറി പ്രകാരം നമുക്ക് എന്തറിയാം? ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് അല്ലേ. സോ ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ പ്രകാരം ഫൈ ഇസ് ഈക്വൽ എന്താണ്? Q/ε0 ആണ്. ദാറ്റ് ഇസ് ഫൈ ഇസ് ഈക്വൽ ടു Q/ε0 ആണ്. സോ ഫൈ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഏതാണ്? മുകളിൽ എഴുതിയ ഇ ഇൻറ്റു 4πr² ഇൻറ്റു 1/ε ഇൻറ്റു Q അല്ലേ, ചാർജ്. ഇനി ചാർജിന് നമ്മൾ എപ്പോഴും 3 ആപ്ലിക്കേഷൻസ് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് ലീനിയർ ഡെൻസിറ്റി ആയിട്ട്. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് സർഫസ് ഡെൻസിറ്റി ആയിട്ടാണ്. ആദ്യത്തെ ആപ്ലിക്കേഷൻ ലീനിയർ ആയിരുന്നു, പിന്നത്തേൽ സർഫസ്, മൂന്നാമത്തേലും സർഫസ്. സോ സിഗ്മ ഇസ് ഈക്വൽ എന്ന ഇക്വേഷൻ Q/A ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 1/ε0 ഇൻറ്റു സിഗ്മ ഇൻറ്റു 4πR², അതായത് ശരിക്കുള്ള സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള യൂണിഫോംലി ചാർജ് സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. സോ ഇവിടെ എടുക്കുന്നത് ആ സ്ഫിയറിൻ്റെ ഏരിയ ആണ്. സോ എന്ത് സംഭവിച്ചു? ഇ ഇൻറ്റു 4πR² ഇൻറ്റു 4πR² ഇൻ ഈക്വൽ ടു Q/ε0 ആണ്. ക്യൂവിന് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ 1/ε0 ഇൻറ്റു സിഗ്മ ഇൻറ്റു 4πR². ഇനി ഇവിടെ ആരൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? 4നെ ക്യാൻസൽ ചെയ്യാം, പൈനെ ക്യാൻസൽ ചെയ്യാം. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഇ ഇസ് ഈക്വൽ ടു സിഗ്മ/ε0 ഇൻറ്റു ക്യാപിറ്റൽ R² ബൈ സ്മോൾ ലെറ്റർ R². ക്ലിയർ ആയോ? ഒരു 4-5 സ്റ്റെപ്പിൽ ഇവിടെ അവസാനിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു? ഗോസിയൻ സർഫസ്, ആ നമ്മൾ പുറത്തെടുത്ത ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ്. അതായത് ഇവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് വരുന്ന ഫ്ലക്സും പുറത്തോട്ട് പോകുന്ന ഫ്ലക്സും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, ചാർജ് ഇല്ലാത്തിടത്തോളം ഗോസിയൻ സർഫസിൽ. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. അതിലെ ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഏരിയ എലമെൻറ്റിന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ആണ്. ഇവിടെ എന്താണ് ഷേപ്പ്? സ്ഫിയർ ആണ്. സോ എന്താണ് വരിക? ഇ ഇൻറ്റു 4πR². ഇനിയാണ് നമ്മൾ ആരെടുക്കാൻ പോകുന്നത്? ഗോസസ് തിയറം എടുക്കുന്നതും. ഫൈ ഈസ് ഈക്വൽ ടു Q/ε0. ഫൈ എനിക്ക് കിട്ടി. Q ഫൈൻഡ് ചെയ്യണം. ചാർജ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ എന്ത് ഇക്വേഷൻ എടുത്തു? സർഫസ് ചാർജ് ഡെൻസിറ്റി എടുത്തു.
സിഗ്മ സിഗിൾ ക്യൂ ബൈ എ ആണ്. ഇവിടെ എ എടുക്കുന്നത് എന്തിൻ്റെ ഇതാണ്, ശരിക്കുള്ള കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ ഏരിയ എടുത്തു. സോ 4πr ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഇ ഇൻറ്റു 4πr സ്ക്വയർ ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലുള്ള സെയിം എലമെൻറ്റ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു, 4πനെ ക്യാൻസൽ ചെയ്തു. ഫൈനൽ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്, സിഗ്മ ബൈ ε0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ. സോ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ ബൈ ε0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇത് ഒരിക്കലും മറക്കരുത്. നമ്മൾ ആദ്യം ഫൈനെ ഫൈൻഡ് ചെയ്തു, ഫൈ ഈസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ ഡി എസ് നമ്മൾ എഴുതി, പിന്നീട് ഇൻ്റഗ്രൽ ഡി എസ് നമ്മൾ 4πr സ്ക്വയർ ഇട്ട് കൊടുത്തു. ഫൈനലി നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ക്ലിയർ. സോ ഇത് ചെറിയൊരു ഡെറിവേഷനാണ്, നിർബന്ധമായിട്ടും നമുക്കറിയണം. സോ ഇനി ഇതിൽ രണ്ട് കേസുകളുണ്ട്. അതായത് കേസ് 1 ആർ ഈക്വൽ ടു ആർ. അതായത് നമ്മൾ ആദ്യം എടുത്ത സ്ഫിയർ ഇല്ലേ, കണ്ടക്റ്റിംഗ് സ്ഫിയർ, അതുമ്മ തന്നെയാണ്, ദാറ്റ് ഇസ് പി ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ഷെൽ. ആ ഷെല്ലിൻ്റെ സർഫസിൽ തന്നെയാണ് പി ഞാൻ വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ആർ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ ആർ ആണ് അല്ലേ, രണ്ടും ഒരേ ദൂരത്തായിരിക്കും. സോ എന്ത് സംഭവിക്കും, നമ്മുടെ ഇക്വേഷൻ എന്താണ്, നമ്മുടെ ഇക്വേഷൻ എന്താണ്, സിഗ്മ ബൈ ε0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ആറും സെയിം ആയ വാട്ട് ഹാപ്പൻസ്, ക്യാൻസലായി പോവും. സോ ഫൈനലി എനിക്ക് എന്ത് മാത്രമായി, ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി കേസ് 2, ഇഫ് ദ പോയിന്റ് പി ലൈസ് ഇൻസൈഡ് ദ ഷെൽ. അതായത് ആദ്യം പി ഔട്ട്സൈഡ് ആണ്, ഷെല്ലിൻ്റെ പുറത്താണ് നമ്മൾ എടുത്തിരുന്നത്, പിന്നെ അതിന് സർഫസിൽ വെച്ച് നോക്കി, അതാണ് കേസ് 1. ഇനി അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇൻസൈഡ് ദ ഷെൽ സിഗ്മ ഈക്വൽ ടു 0. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഷെല്ലിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത് എന്താണ്, ഷെല്ലിൻ്റെ ഉള്ളിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ഈ ഈക്വൽ ടു ഇക്വേഷൻ എന്താ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ, സിഗ്മ ബൈ ε0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാണ്. അതിൽ സിഗ്മ തന്നെ 0 ആയാൽ വാട്ട് ഹാപ്പൻസ്, ഇ ഈക്വൽ ടു 0. ക്ലിയർ ആയോ? സോ ദിസ് ഇസ് ദ 2 cases. ക്ലിയർ? സോ ഫൈനലി ഇന്ന് നമ്മൾ എന്ത് പഠിച്ചു, വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഈസ് ഈക്വൽ ടു എന്ത് നമ്മൾ പഠിച്ചു, എന്താണ് ഒരു ചാർജ് സ്ഫിയർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇ എന്ന് പറയുന്നത് എന്താ നമ്മൾ ഫൈൻഡ് ചെയ്തു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ ബൈ ε0 ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ അല്ലേ. ഇനി അതിൻ്റെ എന്ത് നമ്മൾ പഠിച്ചു, രണ്ട് ആർ, അതായത് സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ ആറും സെയിം ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇല്ലേ. സോ വാട്ട് ഹാപ്പൻസ് നമുക്കറിയാം, ഈക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ ε0 ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. സോ ഇത് രണ്ടും സെയിം ആയ വാട്ട് ഹാപ്പൻസ്, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി, ആര് മാത്രമേ ഉള്ളൂ, സിഗ്മ ബൈ ε0. ഇനി അത് ഇൻസൈഡ് ആണെങ്കിൽ, കേസ് 2 ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു, സിഗ്മ എന്തായി മാറും, 0 ആയി മാറും. സോ വാട്ട് ഹാപ്പൻസ്, ഇ ബിക്കംസ് 0. ക്ലിയർ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആണ് ഫൈൻഡ് ചെയ്തത്. അത് ആരെ വെച്ചിട്ട് ഫൈൻഡ് ചെയ്തു, ഗോസസ് തിയറം വെച്ച് ഫൈൻഡ് ചെയ്തു. സോ ദ ഡെറിവേഷൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതോടെ ഗോസസ് തിയറത്തിന് 3 ആപ്ലിക്കേഷൻസും നമ്മളുടെ കഴിഞ്ഞു. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കണ്ടക്റ്റിംഗ് വയർ എടുത്തു. രണ്ടാമത്തത് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എടുത്തു. ആൻഡ് ദ ഫൈനൽ തിങ് ഈസ് ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ എടുത്തു. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.